ഹലോ, നമുക്കേ ഈ നോമ്പ് കാലത്ത് ഈസി ആയിട്ടുള്ള എന്നാലൊരു വെറൈറ്റി ഒരു ഇറ്റാലിയൻ ടേസ്റ്റൊക്കെയുള്ള ഒരു മഷ്റൂം റെസിപ്പി നോക്കിയാലോ. അതിനായിട്ടേ ഞാനിവിടെ ഒരു പാക്കറ്റ് മഷ്റൂം ആയിട്ട് എടുക്കുന്നത്. ബട്ടർ മഷ്റൂമാണ് ഞാൻ എടുക്കുന്നത്. മഷ്റൂമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടേ നമുക്ക് വിനാഗിരിയും ഉപ്പും മഞ്ഞളോടും ഒക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാവേ. ഇനി നമുക്ക് മഷ്റൂമൊക്കെ ഒന്ന് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാവേ. ഇനി പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കുവേ അതിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാവേ. അത് ഈ ബട്ടറിലൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിലോട്ടേ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലോട്ട് നമ്മൾ അധികം മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ആകെ ഉപ്പും കുരുമുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടി കേട്ടോ ഇത്. മഷ്റൂം ഒക്കെ കുക്കാവുന്ന ടൈം കൊണ്ടേ നമുക്കൊരു ക്യാപ്സിക്കം ഇവിടെ കട്ട് ചെയ്തെടുക്കാവേ. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതേ മഷ്റൂമിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടേ. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ മഷ്റൂമിൽ നിന്ന് വന്ന വാട്ടർ തന്നെ വേണം കേട്ടോ നമ്മുടെ മഷ്റൂമും ക്യാപ്സിക്കും ഒക്കെ കുക്കാവാൻ വേണ്ടിയിട്ട്. അടച്ചു വെച്ച് വേവിക്കൊന്നും വേണ്ട, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. ദേ നമ്മുടെ മഷ്റൂമിലെ വെള്ളമൊക്കെ വറ്റിയിട്ടേ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടേ. ഈ ടൈമിൽ ഞാൻ ഇതിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര ഗ്രേവി വേണം നോക്കി അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിലോട്ടേ ഞാനൊരു 1/2 കപ്പ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ക്രീം ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കട്ടിയായി പോകും. അപ്പോൾ ഒരു ഗ്രേവി ടൈപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ പെപ്പർ പൗഡർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം തീയിൽ വേണേ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ടേ ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ലാസ്റ്റായിട്ടേ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആകെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ദേ നമ്മുടെ കറിയിലേ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ട് ചെറുതായിട്ട് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. ഈ ഒരു ടൈമിൽ നമുക്കിത് ഓഫ് ആക്കാം കേട്ടോ. ദേ നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം മസാലാസോ ഉള്ളിയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.